മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രതികരിക്കാനുമെല്ലാമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇടയ്ക്ക് ഹിന്ദിയിലും വിഷയങ്ങൾ വിവരിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നല്ല കമൻറ്റുകളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും അഭിനന്ദനങ്ങളും എല്ലാം വരാറുണ്ട്. അതിന് മിക്കവാറും മറുപടി കൊടുക്കാറില്ല. അതിന് പ്രധാന കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദമാക്കി അതിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കുറേ അധികം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും ധാരാളം പേര് ആ വിഷയത്തെക്കുറിച്ച് വിവരിക്കണം, ഈ വിഷയത്തെക്കുറിച്ച് വിവരിക്കണം, അതിനെക്കുറിച്ച് വിവരിക്കണം, ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം എന്നെല്ലാം പറഞ്ഞ് ധാരാളം പേര് എഴുതാറുമുണ്ട്. 99% ഇപ്രകാരം വരുന്ന റിക്വസ്റ്റുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള സജഷൻസിനൊന്നും മറുപടി പറയാത്തത്. എന്നാലും വളരെ വിമർശനാത്മകമായിട്ടുള്ള കുറേ പോയിന്റുകൾ ചോദ്യങ്ങളായിട്ടും കമൻറ്റുകളായിട്ടും വിമർശനങ്ങളായിട്ടും വളരെ പുച്ഛത്തോടുകൂടി അവഹേളനമായിട്ടും അവഹേളിക്കുന്ന വിധത്തിലുള്ള വാക്കുകളായിട്ടും എല്ലാം കുറേശ്ശെ കാര്യങ്ങൾ 100 കമൻറ്റ് വരികയാണെങ്കിൽ ഒരു 5 കമൻറ്റുകൾ അപ്രകാരമുള്ളതാവും. 95 കമൻറ്റുകളും വളരെ പോസിറ്റീവായിട്ടാണ് വരാറുള്ളത്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ മതവിഭാഗത്തിലും രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നവരെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ആ കമൻറ്റുകളിൽ പോലും 95% വളരെ പോസിറ്റീവായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള കമൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ വിമർശനാത്മകമായ ചില കമൻറ്റുകൾക്കൊന്ന് മറുപടി പറയാം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും വീഡിയോ ക്വാളിറ്റി വളരെ കുറവാണെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാവിലെ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ട്യൂബ് ലൈറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അരമണിക്കൂറോളം റെക്കോർഡ് ചെയ്യാറുണ്ട്. ഒരു ചെറിയ ഓർഡിനറി കാനൺ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അരമണിക്കൂർ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 GB ഉണ്ടാവും. ആ 2 GB അതേപോലെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ വേണ്ടി വരും. ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ വേണ്ടി വരും. 2 GB അറ്റ് സ്ട്രെച്ചിൽ അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷനും ഇല്ല. 1 GB അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റ് മാറ്റി FLVയിലേക്ക് ആക്കും. FLVയിലേക്ക് ആക്കുമ്പോൾ ക്വാളിറ്റി കുറേ കുറയും. FLV ഫോർമാറ്റിലാക്കുമ്പോൾ ഏതാണ്ട് 60-70 MB ആവും. അതൊരു 1/2-3/4 മണിക്കൂർ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് കുറച്ച് ക്വാളിറ്റി കുറയുന്നത്. അത് അവനവൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ക്വാളിറ്റി കൂട്ടാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഫോർമാറ്റ് ഒന്ന് മാറ്റി എങ്ങനെയാണ് അതിനെ എൻറിച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും. ഷൊർണൂർ TV, PCV, UTVക്കാരെല്ലാം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ കൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് അവരുടെ ടെലിവിഷൻ ചാനലിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ആർക്ക് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം യൂട്യൂബിലുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട്. അടുത്ത ഒരു കമൻറ്റ്
സാറ് സ്വയം പുകഴ്ത്തുന്നു. ഞാൻ 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 എന്ന പദപ്രയോഗം ഒത്തിരി കൂടുതലുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ആരായി ഞാൻ എന്ന് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്വയം പുകഴ്ത്തുകയല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം മദ്യപിക്കരുത്, മാംസം കഴിക്കരുത്, ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കരുത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ അടിവരയിട്ട് പറയുന്നു എന്നീ വരികൾ ഉപയോഗിക്കാറുണ്ട്. അത് എന്നെ പുകഴ്ത്താനല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കേൾക്കുന്നവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ആ തോന്നൽ ജസ്റ്റിഫയബിളാണ്. അത് കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം ഉള്ള എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ എന്ന പ്രയോഗം പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിലും കൊല്ലത്തുള്ള പ്രഭാഷണങ്ങളിൽ ഞാൻ എന്നുള്ള പദപ്രയോഗം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ ഒരു വിമർശനം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കഴിയുന്നത്രയും ഞാൻ എന്ന പദപ്രയോഗം ഒഴിവാക്കാൻ ശ്രമിക്കാം. എന്നാൽ ചില സമയത്ത് അറിയാതെ വന്നു പോകും. ആ നിർദ്ദേശം വളരെ നല്ലതാണ്. അടുത്ത ഒരു വിമർശനാത്മകമായ കമൻ്റ്, സാറിൻ്റെ ഡിഗ്രിയെക്കുറിച്ച് സാറ് നിരന്തരം പറയുന്നു, എനിക്ക് ആ ഡിഗ്രി ഉണ്ട്, ഈ ഡിഗ്രി ഉണ്ടെന്ന്. അത് വളരെ ശരിയാണ്. ഞാനത് പറയാൻ കാരണം, ഇപ്പം മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മദ്യപിക്കരുത് എന്നും അനവധി സദസ്സുകളിൽ മദ്യത്തിനെതിരെ ഞാൻ പ്രഭാഷണം നടത്താറുണ്ട്. അപ്പം മദ്യത്തിനെതിരെ പ്രഭാഷണം നടത്തുന്നത് ഒരു ആത്മീയ ദൃഷ്ടികോണിലൂടെ അല്ല, മറിച്ച് എൻ്റെ PhD വിഷയം ബയോകെമിസ്ട്രി ആയതുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തും ബയോകെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്ത് 10-50 ഇൻ്റർനാഷണൽ പേപ്പർ പബ്ലിഷ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയിലാണ് മദ്യപിക്കരുത് എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി പ്രൊജക്റ്റ് ചെയ്യാനല്ല, മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കുറെ കൂടി ആധികാരികതയുണ്ട് എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡിഗ്രി പറയുന്നത്. അതുപോലെ തന്നെ രാമായണത്തിലെ മാനേജ്മെൻറ്റ്, ഭഗവത്ഗീതയിലെ മാനേജ്മെൻറ്റ്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഓഫീസിലുണ്ടാവുന്ന ടെൻഷൻ, ഈ വിഷയങ്ങളെല്ലാം വിവരിക്കുന്ന സമയത്ത് MBA ഡിഗ്രിയെക്കുറിച്ച് പറയാറുണ്ട്. അത് പറയുന്നത് ഈ മാനേജ്മെൻറ്റിൻ്റെ മോസ്റ്റ് മോഡേൺ ട്രെൻഡ് പറയാൻ വേണ്ടിയിട്ടാണ്. അമ്പലങ്ങളിൽ മാനേജ്മെൻറ്റ് പറയുമ്പോൾ 90% വ്യക്തികളും അമ്പലങ്ങളിൽ, ആശ്രമങ്ങളിൽ പ്രഭാഷണം നടത്തുമ്പോൾ പ്യുവർ ആത്മീയതയാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് ആധികാരികത ഉണ്ടായിട്ടാണ് ഇയാളിത് പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സംശയമുണ്ടോ. അതുകൊണ്ടാണ് ഡിഗ്രി പറയുന്നത്. അത് കഴിയുന്നതും കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. അത് എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ വിഷയത്തോട് കമൻ്റ് പറയാനും അത് നിങ്ങളെ അറിയിക്കാനുമുള്ള കുറേ ആധികാരിക പഠനം നടത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ് പറയാറുള്ളത്. പഠിക്കാതെ പല കാര്യങ്ങളും സാറ് പറയുന്നു. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് ഇത് പറയുന്നത്. ഞാൻ ഖുർആനെക്കുറിച്ചോ ഇസ്ലാം മതത്തെക്കുറിച്ചോ ഖുർആൻ നേരിട്ട് വായിച്ചിട്ട് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ആധികാരികമായിട്ടുള്ള MM അക്ബറെ പോലെയുള്ളവരും അങ്ങനെയുള്ളവർ ധാരാളം പേര് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ആധികാരിക വക്താക്കളാണെന്ന് മുസ്ലിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് അവരെഴുതിയതിൽ നിന്നെടുത്ത് ചിലത് കോട്ട് ചെയ്യുന്നത്. അതുപോലെ പ്രശസ്തരായിട്ടുള്ള ബൈബിൾ ചിന്തകര്, അച്ഛന്മാരായിട്ടുള്ളവര്, പ്രീസ്റ്റുമാരും ബിഷപ്പുമാരുമായിട്ടുള്ളവര് എഴുതിയിരിക്കുന്ന പുസ്തകം കൂടാതെ ഒറിജിനൽ ബൈബിളിൽ നിന്നാണ് പല കൊട്ടേഷനും എടുത്തിരിക്കുന്നത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പുസ്തകം വായിച്ചില്ല എന്ന് പറയുന്നത് അത് അവരുടെ തെറ്റാണ്, എൻ്റെ കുഴപ്പമല്ല. ഭഗവത്ഗീതയെ ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ ഭഗവത്ഗീത പഠിക്കാതെയാണ് പറയുന്നത് എന്ന് പറയാൻ എനിക്കെന്ത് അവകാശമുള്ളത്? അദ്ദേഹത്തിന് ഭഗവത്ഗീത പഠിക്കാതെ വേണമെങ്കിൽ പഠിക്കാതെ പറയാം, പഠിച്ചു വേണമെങ്കിൽ പഠിച്ചു പറയാം. പിന്നെ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും വരി അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത് എങ്കിൽ എനിക്ക് സൂചിപ്പിക്കാം.
അല്ലാതെ ആ വ്യക്തി പഠിക്കാതെയാ പറയുന്നത് എന്ന് എന്ത് പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്? അതുപോലെയാണ് ഞാൻ ബൈബിള് കുറേ പ്രാവശ്യം വായിച്ചതിന് ശേഷം ചില കമൻറ്റുകൾ പറയാറുള്ളത്. അതുപോലെ ഖുർആനിലെ വരികളാണെങ്കിലും കുറേ നോക്കിയിട്ടാണ്. കമ്മ്യൂണിസത്തെക്കുറിച്ചും RSSനെ കുറിച്ചും പറയുന്നതിലും എന്നെ ചിലർ 1-2 പേര് വിമർശിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ആര് പറഞ്ഞു എന്ന വ്യക്തിയെയും സംഭവവും കൂട്ടിയതുകൊണ്ടാണ്. അതൊന്നും നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ വാദിക്കാനും ജയിക്കാനും ഒന്നും താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അതൊക്കെ പറയാറുള്ളത്. ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് സിലബസ് വല്ലതും സാറിൻ്റെ കയ്യിലുണ്ടോ? സിലബസ് ഉണ്ട്. 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭാരതീയ പൈതൃക പഠനം എന്ന് പറഞ്ഞ് 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളുടേതായിട്ടുള്ള 1200 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും ഉണ്ട്. ആ സ്കൂളിൻ്റെ സിലബസിൻ്റെയും ഭാഗമാണ്. നിർദ്ദേശങ്ങൾ പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാറില്ല. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടേ വരികയാണ്. ചിലത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർ പറയുന്നു സാർ എല്ലാ സ്കൂളുകളിലും ചെന്ന് ഇത് പഠിപ്പിക്കണം. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ദൂരെ മാറി നിന്നുകൊണ്ട് ഓരോരുത്തർക്ക് കമൻറ്റ് പറയുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള വർക്കിലോട് എത്രയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് എല്ലാ സ്കൂളുകളിലും ഇത് എത്തിക്കാൻ പറ്റില്ല. വേറെ ചിലർ പറയുന്നു എല്ലാ ജില്ലകളിലും അനാഥാലയങ്ങൾ തുടങ്ങണം. വേറെ ചിലർ പറയുന്നു സാറ് എല്ലാ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കണം. വേറെ ചിലർ പറയുന്നു ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി ഭാരതീയ പൈതൃകം പഠിപ്പിക്കാനുള്ള ആ സിലബസ് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം. ഇതൊക്കെ ഞാനെന്നല്ല, ഇവിടുത്തെ ഒത്തിരി പണ്ഡിതർ വിചാരിച്ചിട്ട് പോലും സാധിക്കാത്തതാണ്. ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ളവർ വിചാരിച്ചിട്ട് പോലും സാധിക്കാത്തതാണ്. ദൂരെ മാറി നിന്ന് സജഷൻ തരുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി കൂടി ചിന്തിച്ചിട്ട് വേണം പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ. അടുത്ത സജഷൻ, പലപ്പോഴും പല ദിവസങ്ങളിലും വീഡിയോയിൽ വരുന്ന സാറിൻ്റെ രൂപവും ഭാവവും മുഖവും ഒത്തിരി അധികം തളർച്ചയുള്ളതായിട്ട് കാണുന്നു. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അനേകം വ്യക്തികൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഉത്തരം തരുന്നത്. പലപ്പോഴും ദീർഘയാത്ര കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും പ്രഭാഷണം രാത്രി 10 മണിക്ക് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ രാവിലെ 3 മണിയാവും, ചിലപ്പോൾ 2 മണിയാവും, ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 4 മണിയാവും. ആ സമയം കഴിഞ്ഞ് പിന്നെ കിടക്കാറില്ല. നേരെ കുളിച്ച് വന്ന് കുറച്ച് വേദം വായിച്ച്, ഋഗ്വേദം വായിച്ച് നേരെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുകയാണ് പതിവ്. അന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വിഷയം. അപ്പം മുഖത്ത് വിളർച്ചയും കാണും, ചിലപ്പോൾ തളർച്ചയും കാണും, ചിലപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് മുഖത്ത് അങ്ങനൊരു രൂപം ചിലർക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമായ വിമർശനങ്ങൾ പലപ്പോഴും സാറ് സ്വീകരിക്കാറില്ല എന്ന് ചിലർക്കൊരു തോന്നലുണ്ട്. ഞാൻ എന്നും എല്ലാവരോടും പറയാറുണ്ട്, അപ്രീസിയേഷനും മോട്ടിവേഷനും എല്ലാം ആയുർവേദത്തിൻ്റെ പിഴിച്ചിൽ മാതിരിയാണ്. പിഴിച്ചിൽ ആയുർവേദത്തിൽ നടത്തുന്ന മാതിരിയാണ്. പക്ഷേ വിമർശനങ്ങൾ പലപ്പോഴും സർജറി നടത്തുന്ന മാതിരിയാണ്. വിമർശനാത്മകമായ വരികളിൽ നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വിമർശനം കേൾക്കുമ്പോൾ ആദ്യത്തെ 2-3 സെക്കൻഡ് ഒന്ന് വേദന തോന്നുമെങ്കിലും വിമർശനങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കാറുണ്ട്, സജഷൻസ് എഴുതി വയ്ക്കാറുണ്ട്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എഴുതി വയ്ക്കാറുണ്ട്, അതിന് മറുപടി കൊടുക്കേണ്ടവയ്ക്ക് മാത്രം മറുപടി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇതുപോലെ പ്രത്യേകമായിട്ട് മറുപടി കൊടുക്കും. ചിലപ്പോൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിരിക്കും മറുപടി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എനിക്കെന്നും എന്നെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ വിമർശിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്നെ അതിൻ്റെ 100 ഇരട്ടി വിമർശിക്കാൻ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. എന്നെ അതിൻ്റെ 100 ഇരട്ടി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഉണ്ടാവണം. ഓരോ വിമർശനവും കേൾക്കുമ്പോൾ അത് മനസ്സിരുത്തി നന്മകൾ ഉൾക്കൊള്ളാനുള്ള ഒരു തുറന്ന മനസ്സുണ്ടാവണേ എന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത്. ഇത്
അതിശയോക്തി കലർന്ന് പറഞ്ഞതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് എന്ന് വിവരിക്കാം. പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതിൽ ആവർത്തനങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ചില വിഷയങ്ങളുമായിട്ട് നമ്മൾ പറയുമ്പോൾ പല വിഷയങ്ങളും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ കുടുംബ ബന്ധം എന്നൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഭാര്യാഭർത്തൃ ബന്ധമാണ് വിഷയമെങ്കിൽ, അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് വിഷയമെങ്കിൽ, അല്ലെങ്കിൽ കുടുംബം തകർക്കുന്ന ബന്ധങ്ങൾ, കുടുംബ ബന്ധം തകർക്കുന്നവർ എന്നുള്ളതാണ് അടുത്ത വിഷയമെങ്കിൽ, അതുപോലെ പെൺകുട്ടികളോട് എന്ന വിഷയമാണെങ്കിൽ, യുവാക്കളോട് എന്ന വിഷയമാണെങ്കിൽ, ഇതെല്ലാം റിലേറ്റഡ് വിഷയങ്ങളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ആവർത്തനം വരാതിരിക്കില്ല. ആ വിഷയത്തെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവർത്തിക്കുന്നത് തന്നെ. പിന്നെ പലപ്പോഴും പബ്ലിക് സ്പീച്ചിൽ വീഡിയോ CD കിട്ടുകയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ പബ്ലിക് സ്പീച്ചിൽ പറയുന്ന കുറേ അധികം കോമൺ കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒരു സ്പീച്ച് കൊല്ലത്ത് നടന്നതാണെങ്കിൽ അടുത്ത സ്പീച്ച് കാക്കനാട് എറണാകുളത്തായിരിക്കും. ഇപ്പോൾ കൊല്ലത്തെ ആൾക്കാർ കാക്കനാട് എറണാകുളത്ത് ഉണ്ടാവില്ല. അടുത്ത സ്പീച്ച് കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ പാലക്കാടായിരിക്കും. വീഡിയോ CD എവിടെ നിന്നാണോ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നത് അത് അപ്ലോഡ് ചെയ്യും. ആ സദസ്സിൽ ഈ വിഷയം കേൾക്കുന്നവർ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് യൂട്യൂബിലേക്ക് കയറുമ്പോൾ യൂട്യൂബ് കാണുന്നവർക്കെല്ലാം ഈ കൊല്ലത്തെ സ്പീച്ചും അവർ കാണുന്നുണ്ട്, എറണാകുളത്തെ സ്പീച്ചും കാണുന്നുണ്ട്, കോഴിക്കോട് സ്പീച്ചും കാണുന്നുണ്ട്, പാലക്കാട് സ്പീച്ചും കാണുന്നുണ്ട്. അപ്പോൾ അവർക്കത് തനി ആവർത്തനമായിട്ട് തോന്നും. നേരെ മറിച്ച് സദസ്സിനത് തോന്നില്ല. കാരണം 4 പ്രഭാഷണങ്ങൾ 4 സ്ഥലത്ത് നടത്തിയത് കൊണ്ട് ഓഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കൊല്ലത്ത് പറഞ്ഞത് കോഴിക്കോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കൊല്ലത്തും കോഴിക്കോടും പറഞ്ഞത് എറണാകുളത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഏത് മെസ്സേജ് ആണോ ജനങ്ങൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എല്ലായിടത്തും എത്തിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ആവർത്തിക്കുന്നത്. മറ്റ് സന്ദേശങ്ങൾ റിട്ടേൺ ഫോമിൽ കിട്ടാൻ എന്താണ് വഴിയെന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് ബ്രോഡ്ബാൻഡ് ഇല്ല, ഇപ്പോൾ യൂട്യൂബിൽ കേൾക്കാൻ പറ്റണില്ല, പിന്നെ എന്തൊക്കെയാണ് വഴികളുള്ളതെന്ന് ചോദിക്കാറുണ്ട്. ശരിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ധാരാളം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. www.iish.org പോയാൽ ഈ കാര്യങ്ങളെല്ലാം കിട്ടും. ഇമെയിൽ അയച്ചു തരികയാണെങ്കിൽ 10,000-40,000 45,000 പേർക്ക് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം നല്ല മെസ്സേജുകൾ അയക്കാറുണ്ട്. മോഡേൺ മെസ്സേജുകളും ഹെറിറ്റേജ് മെസ്സേജുകളും അയക്കാറുണ്ട്. മാത്രമല്ല മൊബൈൽ ഫോൺ വഴിക്ക്, ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വഴിക്ക് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് അരമണിക്കൂറും 3/4 മണിക്കൂറും 1 മണിക്കൂറും ടെലി സ്പീച്ചസ് നടത്താറുണ്ട്. ഇവിടെ നിന്ന് ലാൻഡിൽ അവരുടെ മൊബൈലിൽ വിളിക്കും. ആ മൊബൈല് ലൗഡ് സ്പീക്കറിൽ ഇട്ട് കഴിഞ്ഞ് മൈക്കിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ വരാതെ തന്നെ സ്പീച്ച് നടത്താൻ പറ്റും. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കും ബീജിങ്ങിലേക്കും ഇംഗ്ലണ്ടിൽ 5-6 സെൻറ്ററിലേക്കും സൗദി അറേബ്യയിലേക്കും ഇഷ്ടംമാതിരി സ്ഥലത്തേക്ക്, മിഡിൽ ഈസ്റ്റ്, UK, USA-ലേക്കെല്ലാം ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് മൊബൈൽ ഫോണിൻ്റെ വലത്തെ അറ്റത്തെ മുകളിലത്തെ കീ പ്രസ് ചെയ്ത് മൈക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിക്കുന്ന മാതിരിയുള്ള വഴികളിലൂടെ സ്പീച്ച് നടത്താൻ സാധിക്കും. തേഴ്സ്ഡേ മെസ്സേജ്, ധർമ്മ മെസ്സേജ്, സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ വിദ്യാർത്ഥികൾക്കും ധാർമ്മിക ബോധം ഉണ്ടാക്കാനുമായിട്ടുള്ള മെസ്സേജുകൾ ഇമെയിൽ അഡ്രസ്സ് അയച്ചു തരുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. വ്യത്യസ്ത പ്രോഗ്രാമുകൾ എവിടേക്കാണുള്ളതെന്ന് അറിയാൻ എന്താണ് വഴിയെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും യഥാർത്ഥത്തിൽ ഇമെയിൽ വഴിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ സ്പെഷ്യൽ മെസ്സേജിൽ അല്ലെങ്കിൽ ലെക്ചർ പ്രോഗ്രാം എന്ന ഹെഡിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിയുന്നത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പബ്ലിക്കേഷൻസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓഡിയോ റെക്കോർഡർ, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, ഇതെല്ലാം ഉണ്ട്. ഇതിലൂടെ എല്ലാം മെസ്സേജസ് ലഭിക്കും. ചിലർക്ക്
ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും എന്നെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ടെലിഫോണിൽ മറുപടി പറയാറില്ല എന്ന്. ഒരു ദിവസം ഡസൻ കണക്കിന് 50, 60, 70 ടെലിഫോൺ കോൾ വരാറുണ്ട്. പലപ്പോഴും പലരും വിളിക്കാറുള്ളത് എൻ്റെ മകളുടെ നക്ഷത്രം ആയില്യമാണ്, അവൾ എന്ത് പഠിക്കണമെന്ന് ചോദിക്കാനാണ്. അല്ലെങ്കിൽ എൻ്റെ മകളുടെ ജാതകം നോക്കുമോ, അല്ലെങ്കിൽ മകൾക്ക് 24 വയസ്സായി, എന്നാ വിവാഹം നടക്കാമെന്ന് പറഞ്ഞു തരുമോ, എൻ്റെ വീട്ടിൽ കുറേ പ്രോബ്ലം ഉണ്ട് സാറ് ഒന്ന് ഉപദേശിക്കുമോ. ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പരിധിക്കപ്പുറം ഒന്നും ഇടപെടാനുള്ള സമയമില്ല. ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, ആർക്കും വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് എന്ത് സഹായം ചോദിച്ചാലും സാറ് തരില്ല, പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ അത് സത്യമാണ്. ഒരു വലിയ സമൂഹത്തോട് പറയുന്നത് പോലെ ഇൻഡിവിജ്വലി ഓരോ വ്യക്തിയും ടെലിഫോണിലൂടെ വിളിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റണ്ടേ. മിക്കവാറും 30 ദിവസങ്ങളിൽ 24, 25 ദിവസവും ലെക്ചറിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേരളത്തിനകത്തും പുറത്തും. ബാക്കി കിട്ടുന്ന സമയം ഒത്തിരി പെൻഡിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇൻഡിവിജ്വലി പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നുകിൽ നവവത്സര ആശംസകൾ, അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ, അല്ലെങ്കിൽ കമൻ്റ് പറയാൻ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരു ചെറിയ ചോദ്യം. എന്നാലും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് സാധിക്കുന്ന സജഷൻസ് കൊടുക്കാറുണ്ട്. ഞാനൊരു ഡോക്ടറല്ല, ഒരു കൗൺസിലിംഗ് ഏജൻ്റ് അല്ല, ഉപദേശിയല്ല. അതുകൊണ്ട് എനിക്ക് പരിധിക്കപ്പുറം ഓരോരുത്തരുടെ പ്രോബ്ലം പരിഹരിക്കുന്നതിൽ ഇൻവോൾവ് ചെയ്യാൻ സമയക്കുറവും അറിവിൻ്റെ പരിമിതിയൊക്കെ ഉണ്ട്. പലപ്പോഴും പലരും പറയുന്നതല്ല അവരുടെ പ്രോബ്ലത്തിൻ്റെ കാരണം. അങ്ങനെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം, എന്നാലേ അവർക്ക് ആ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയുള്ളൂ. അതിന് അത്രയും ചോദ്യങ്ങൾ ചോദിക്കണം. അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മുമ്പിൽ സനാതനധർമ്മവും ഭാരതവും രണ്ടെണ്ണേ ഉള്ളൂ. വ്യക്തിപരമായ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിലും ഇടപഴകാനുള്ള, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള മനസ്സും എനിക്കില്ല, ഊർജവും എനിക്കില്ല, സമയവും എനിക്കില്ല, അറിവും എനിക്കില്ല. ആ ചോദ്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അവസാനം അത് ചേർക്കാൻ കാരണം അതാണ്. കുറേ വ്യക്തികൾ, ചില ചെറുപ്പക്കാരൊക്കെ വിളിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണെന്ന് തോന്നാറുണ്ട്. ഞാൻ രസകരം എന്ന് കൊട്ടേഷനിലാണ് പറഞ്ഞത്. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു സർ, കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ആ പെണ്ണ് നമുക്ക് പറ്റിയതല്ല എന്ന്. സാർ എഴുതിയ ജ്യോതിഷ പുസ്തകം ഉണ്ടോ? ഞാൻ എന്തിനാ ജ്യോതിഷ പുസ്തകം? അല്ല, അത് വായിച്ചിട്ട് ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വളരെയധികം കമൻറ്റുകൾ. ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിളിച്ച് വളരെ ആധികാരികമായിട്ട്, എനിക്കൊരു ഫാമിലി പ്രോബ്ലം ഉണ്ട് സാർ, അതൊന്ന് സാർ പരിഹരിച്ചു തരണം. ഞാൻ പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ. ഉടനെ അയാളുടെ കമൻ്റ് ഇതായിരുന്നു, പ്രസംഗിച്ചുകൊണ്ട് നടക്കാനൊക്കെ എളുപ്പമാണ്, മനുഷ്യരുടെ പ്രോബ്ലം പരിഹരിക്കാനാണ് സാറിന് പറ്റാത്തത്, ഈ പ്രസംഗമൊക്കെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഞാൻ തുറന്നു പറയാൻ കാരണം, ധാരാളം പേർക്ക് വെറുതെ വിളിക്കണമെന്നുണ്ട്, ധാരാളം പേർക്ക് സില്ലി കാര്യങ്ങൾക്ക് വിളിക്കണമെന്നുണ്ട്, ധാരാളം പേർക്ക് വിമർശിക്കാനും അഭിനന്ദിക്കാനും വിളിക്കണമെന്നുണ്ട്, ധാരാളം പേർക്ക് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിളിക്കണമെന്നുണ്ട്. അതിനൊക്കെ ഉള്ള ആൾ ഞാനല്ല. എൻ്റെ ജോലി അതല്ല, എൻ്റെ അറിവും അപ്രകാരമുള്ള മണ്ഡലങ്ങളിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാത്തത്. ചിലർ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്, നേരിട്ട് കണ്ട് വിളിക്കണമെന്ന്. എവിടെയെങ്കിലൊക്കെ ലെക്ചർ നടത്തണമെങ്കിലോ ക്ലാസ് നടത്തണമെങ്കിലോ നേരിട്ട് വരികയോ നേരിട്ട് ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ ഒരു കത്തെഴുതിയാൽ മതി. ഒരു പ്രോട്ടോക്കോളും ഒരു ഫോർമാലിറ്റിയും ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടുള്ള മഹായജ്ഞത്തിൽ ഞാനും പങ്കെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്താനും ബാക്കിയുള്ളതിനും വേണ്ടിയിട്ട് ചെറിയൊരു ട്രാവലിംഗ് വാങ്ങിക്കാറുമുണ്ട്. അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ. അത് എൻ്റെ ഫീസായിട്ടോ ഓണറോറി ആയിട്ടോ അല്ല വാങ്ങിക്കുന്നത്. ഇത്രയും ഞാൻ പറയാൻ കാരണം, വ്യത്യസ്ത തലത്തിൽ വ്യത്യസ്ത രീതിയിൽ പലരുടെയും ഇമെയിൽ വഴിക്കും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആ വീഡിയോയുടെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന കമൻറ്റുകളുടെയും
മറുപടിയായിട്ടാണ്. ചോദ്യം ഞാൻ വായിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇതറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം നോക്കിയാൽ മതി. സാധാരണഗതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ആൾക്കാർ എഴുതിയിരിക്കുന്ന, പ്രേക്ഷകർ എഴുതിയിരിക്കുന്ന കമൻറ്റുകളുടെ മറുപടിയായിട്ട് മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.